കൊടുങ്ങല്ലൂർ നഗരസഭ CDS നമ്പർ 1 ഓഫീസ് BJP കൗൺസിലർമാർ ഉപരോധിച്ചു. LDF-ൻ ഭരണത്തിൽ കുടുംബശ്രീയിൽ അഴിമതി നരകസഭ മറുപടി പറയുക ചെയർപേഴ്സൺ മറുപടി നിങ്ങൾ തന്നിട്ടില്ലേ പറയിപ്പിക്കും കട്ടായം ലോ ഭാരത് മാതാക്ക് പ്രതിഷേധം ജനകീയ പ്രതിഷേധം സഖാക്കളെല്ലാം കള്ളന്മാരാ. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ആരോപിച്ച് BJP കൗൺസിലർമാർ CDS ഓഫീസ് ഉപരോധിച്ചു. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക ലോൺ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ തുടങ്ങി വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിച്ചു. കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭാ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്നും ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടത്തിയെന്നും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഉപരോധ സമരം BJP ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. രശ്മി ബാബു, പ്രജീഷ് ചളിയിൽ, അംജിത് T, രേഖ സൽപ്രകാശ്, ധന്യ ഷൈൻ, രഞ്ജിത രാജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് നമ്പർ 1 കുടുംബശ്രീയോട് ബന്ധപ്പെട്ടുള്ള ഓഫീസിൻ്റെ മുമ്പിലാണ്. നിരവധി വർഷങ്ങളായിട്ട് കുടുംബശ്രീയെ സംബന്ധിച്ച് വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും ഞങ്ങളതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് താൽക്കാലികമായി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കുടുംബശ്രീ നിയമിക്കുക. ആ നിയമിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ CPM-ൻ്റെയും CPI-യുടെയും ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി പോലുള്ള ആളുകളുടെ ബന്ധക്കാരും അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ട ആളുകളെയാണ് ഇതിവിടെ നിയമിക്കുന്നത്. അത് ഇവിടെ നടത്തുന്ന അഴിമതികൾ മറച്ചു വെക്കാനായിട്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കാലം വലിയ അഴിമതികൾ ഇവിടെ മറച്ചു വെച്ചിരുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വന്ന ഓഡിറ്റിനോട് ബന്ധപ്പെട്ടാണ് വലിയ സാമ്പത്തിക തിരിമറി കൊടുങ്ങല്ലൂർ നഗരസഭ നമ്പർ 1 നടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടത്. അത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ അതും അവരെ ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ ഓഡിറ്റ് നടത്തിയിട്ടുള്ള ആളുകളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ കുടുംബശ്രീയും ഭരിക്കുന്ന LDF ഭരണസമിതിയും അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇതുവരെ പുറത്തേക്ക് അവർ അറിയിച്ചിട്ടുണ്ടായില്ല. ഈ വൻ സാമ്പത്തിക ക്രമക്കേട് ഞങ്ങൾ ഇവിടെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ചില ആളുകളെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളുടെ ഞങ്ങൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രഹസ്യമായിട്ട് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇവിടെ വലിയൊരു സാമ്പത്തിക അഴിമതി നടന്നെന്ന് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറിക്കും വന്നിട്ടുള്ള രേഖയാണ്. മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബശ്രീയുടെ ലോൺ കൊടുത്തിട്ടുള്ളത് 20 ലക്ഷം രൂപ ഒരു ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പുല്ലൂറ്റ് സഹകരണ ബാങ്ക് 20 ലക്ഷം രൂപയാണ് ഇതിനോട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. ഈ 20 ലക്ഷം രൂപ കൊടുത്തതിൽ കുറച്ച് പൈസ അവിടെ അടച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസകളൊന്നും അവിടെ അടച്ചിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല കുടുംബശ്രീന്നും ഈ മുറ്റത്തെ മുല്ലയോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പദ്ധതിനോട് ബന്ധപ്പെട്ട് കുടുംബശ്രീയിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൈസ കളക്ട് ചെയ്തത് പലതും ഇവിടെ ബാങ്കുകളിൽ അടച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ചും നേരിൽ പോയും നോട്ടീസ്, രജിസ്റ്റർ നോട്ടീസ് തുടങ്ങി അയച്ചിട്ടും മജിസ്ട്രേറ്റ് കോടതി വഴി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മജിസ്ട്രേറ്റ് കോടതി വഴി നോട്ടീസ് അയച്ചിട്ടും കുടിശ്ശിക അടയ്ക്കുവാൻ സന്നദ്ധ കാണിക്കാതെ കുടുംബശ്രീയുള്ളവർ തമ്മിൽ തർക്കമാണ്. ഈ കട്ട പൈസ തമ്മിൽ പങ്കിടുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ തർക്കമാണ്. കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട പൈസ തമ്മിൽ പങ്കിടുന്നതിലുള്ള തർക്കമാണ്. ഈ പിരിച്ച പൈസ ഇവർക്ക് അടയ്ക്കാൻ കഴിയില്ല. കാരണം ഇതൊക്കെ പല ആളുകളും ഇതിനോട് ബന്ധപ്പെട്ട കുടുംബശ്രീയുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണും അതുപോലുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ പൈസ എടുത്തുപോയി. അതുകൊണ്ട് ഈ ബാധ്യത അവർക്ക് അടയ്ക്കാൻ പറ്റില്ലെന്നാണ് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് തരാം ഇതിനോട് ബന്ധപ്പെട്ട്. കൂടാതെ തന്നെ നമുക്കറിയാം കുടുംബശ്രീയിൽ നിരവധി വായ്പകളുണ്ട്. നമുക്കറിയാം വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ലോണുകൾ കൊടുക്കുന്നത്. ഒരു കുടുംബശ്രീക്ക് തന്നെ 10 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണത്. അതിനോട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മുൻ CDS ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണും അന്നത്തെ ഭരണസമിതി ഏകദേശം 30 ലക്ഷം രൂപകൾ എടുത്തിട്ട് അത് അടച്ചില്ല.
അടച്ചില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഒരു വേറൊരു പ്രധാന പ്രശ്നം നിലനിൽക്കുന്നത് ബാങ്കില് പൈസ ഇവരടച്ചിട്ടുണ്ട്. ഇവരടച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നഗരസഭ കുടുംബശ്രീയുടെ ഓൺ ഫണ്ട് ഉണ്ട്, തനത് ഫണ്ട് ഉണ്ട്. ഈ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവര് വലിയൊരു അഴിമതി നടത്തിക്കണം ഇവിടെ. അതായത് നമുക്കറിയാം, ബാങ്കിലും സ്വാഭാവികമായിട്ടും മുടക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുടക്ക് വന്നിട്ടുള്ള ബാങ്ക് ഇതുമാതിരി ഞാൻ നേരത്തെ കാണിച്ചെന്ന മാതിരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഇതുമാതിരിയുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ഇവിടുത്തെ സെക്രട്ടറിക്കും ചെയർപേഴ്സൺ വരും. അതറിയാണ്ടിരിക്കാൻ വേണ്ടി ഇവർ കൃത്യമായിട്ട് കുടുംബശ്രീയുടെ ഫണ്ട്, നഗരസഭയുടെ കുടുംബശ്രീയുടെ തനത് ഫണ്ട് എടുത്തുകൊണ്ട് ഒരു ബാങ്കിൽ അടച്ചുകൊണ്ട് അത് മറച്ചു വെക്കുന്ന ഒരു സംവിധാനം. ആ ഫണ്ട് വലിയൊരു അഴിമതി നടത്തുന്നത് ഏകദേശം 1/2 കോടി രൂപ താഴെയുള്ള അഴിമതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. അത് കൂടാതെ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, അതുപോലെ NULM ലോൺ, അത് 1.5 ലക്ഷം രൂപ ഇതിന്റെ ഭരണസമിതിയിലുള്ള ഒരാൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപ സബ്സിഡിയോടാണ്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണത്. അപ്പൊ അതും കൃത്യമായിട്ട് അന്വേഷിക്കാനുള്ള സംവിധാനം വേണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ CEF ലോൺ എന്ന് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 50,000 രൂപ കൊടുക്കുന്ന ലോണുകളാണ്. ഈ ലോണുകളൊക്കെ തന്നെ ഇവിടുത്തെ ഭരണസമിതിയും അതുപോലെ തന്നെ സഖാക്കന്മാരോട് ബന്ധപ്പെട്ട് ഭരണസമിതിയോട് ബന്ധപ്പെട്ട ചില ആളുകൾക്ക് മാത്രം വീതം വെക്കുന്ന പരിപാടിയാണ്. അത് കൃത്യമായിട്ട് ആ വീതം വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല ആരെങ്കിലും ഇത് അഴിമതി ചൂണ്ടിക്കാണുന്ന ആളുകളുണ്ടെങ്കിൽ, ഇവരിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ അഴിമതി ചൂണ്ടിക്കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി അവർക്കും ഈ ലോണിന്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തരം, നമുക്കറിയാം, ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഭരണസമിതി അംഗങ്ങൾ ഈ ലോണുകൾ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനോട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഇവിടെ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ ക്യാഷ് സംബന്ധിച്ചിട്ടുള്ള, നമുക്കറിയാം ഏതൊരു സംവിധാനത്തിന് നമുക്കറിയാം ഈ ഫണ്ടുകൾ വരുന്നതും പോകുന്നതും കൃത്യമായിട്ട് ചെയ്യാനുള്ള സംവിധാനം എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും. ഇവിടെ അതിനോട് ബന്ധപ്പെട്ടുള്ള ഫയലുകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ, അഴിമതി നടത്തിയ കാലഘട്ടത്തിലുള്ള ഫയലുകൾ കാണുന്നില്ല, ക്യാഷ് ബുക്ക് കാണുന്നില്ല, ഓഡിറ്റ് പുസ്തകങ്ങൾ കാണില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ കൃത്യമായിട്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഓഡിറ്റ് നടത്തി. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അവർ പുറത്തേക്ക് വിട്ടില്ല. ഇവരൊക്കെ ഒരു 3 മാസം, ഏകദേശം 3 മാസമായി. ഈ 3 മാസത്തിനുള്ളിൽ ഈ സാമ്പത്തിക ക്രമക്കേട് നികത്താനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1/2 കോടി രൂപ താഴെയുള്ള സാമ്പത്തിക ക്രമക്കേടാണ്. അപ്പൊ ഈ CDSഉം ADSഉം ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങളാണ്. ഇവരെടുത്ത പൈസ തന്നെ ഇവർക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് CPMന്റെ CPI ആളുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് വരുത്തി ഇവരായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഈ പൈസ അടച്ചുകൊണ്ട് ഈ അഴിമതി മറച്ചു വെക്കാനുള്ള ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഇടയിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് വലിയൊരു സാമ്പത്തിക ക്രമക്കേടാണ്. അതുമാതിരിയല്ല, നമ്പർ 1 മാത്രമല്ല, ഇത് നമ്പർ 1 ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്പർ 2 അതായത് മേത്തല ഭാഗത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് പരിശോധിച്ച് ഈ സഖാക്കന്മാരും സഖാത്തികളും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള അഴിമതി കൃത്യമായിട്ട് രംഗത്ത് കൊണ്ടുവരാനായിട്ട് ഇവിടെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ BJP കൗൺസിലർമാർ ആവശ്യപ്പെടുകയാണ്. വിജിലൻസ് അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ നേരത്തെ